കുറേ നാളുകൂടിയാണ് കേട്ടോ ഉമ്മച്ചി അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അരിയൊക്കെ അങ്ങനെ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ കുതിർന്ന് കഴിഞ്ഞപ്പിക്കുന്ന വെള്ളമൊക്കെ വാർന്ന് കിട്ടാനായിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഉമ്മച്ചി അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് മിക്സിയിൽ അങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ നോക്കിയപ്പോഴാണ് ചക്ക വടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ പിന്നെ ഒരു ചക്കയുടെയും കൂടെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയുള്ള പണിയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മുടെ അച്ചപ്പം അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചാൽ പിന്നെ ഒരുപാട് നേരം അങ്ങോട്ട് വെച്ചിരുന്നാൽ അത് പൊളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂർ ഒക്കെയാണ് കേട്ടോ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും നമ്മളിതേ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് അതങ്ങോട്ട് ചുട്ടെടുക്കാനായിട്ട് പോവാണ്. ഉമ്മച്ചിയാണ് കേട്ടോ അച്ചപ്പം എപ്പോഴും പൊരിച്ചെടുക്കാറ്. ആ ഒരു കൂട്ടും കാര്യങ്ങളെല്ലാം ഉമ്മ റെഡിയാക്കി എല്ലാം സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നിന്നൊക്കെ നോക്കി ബോറടിച്ചപ്പോൾ ഞാനൊരെണ്ണം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ എന്തായാലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ പ്രതീക്ഷിച്ച കൂടുതൽ സംഭവം ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ലാഭമുള്ളൊരു കച്ചവടമാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിയിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും ഒരു 50 അച്ചപ്പമൊക്കെ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ പെട്ടെന്ന് തന്നെ നമ്മളതൊക്കെ ഒന്ന് പറക്കിയെടുത്ത്